ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ സമ്മർ സീരീസിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നല്ലൊരു മഞ്ഞ കളർ മെറ്റീരിയലാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് മേളിൽ യോക്ക് പോർഷനിലേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനെന്താ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിന് മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. 6 ഇഞ്ചാണ്, താഴേക്കും 6 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. 8.5 ആണ് നമ്മളിത് ഇവിടെ ചെസ്റ്റിൻ്റെ പോർഷനായിട്ട് എടുക്കുന്നത്. യോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. 11 വരെയാണ് ഞാൻ എടുത്തേക്കുന്നത് യോക്കായിട്ട്. യോക്കിൻ്റെ അവിടെയും ഞാൻ 8.5 തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു 8-9 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഉള്ളതാണ്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. എ ലൈനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ ലൈനിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാണ്. താഴെ ഞാൻ എടുത്തേക്കുന്നത് 13 എടുത്തേക്കുന്നത്. അപ്പോൾ താഴെ നല്ല ആവശ്യത്തിന് ഉള്ള വീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഹോൾട്ടർ നെക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ഈ ഓൺ ഫോൾഡിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ടേക്കായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹോൾട്ടർ നെക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോൾട്ടർ നെക്ക് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് മാത്രം നമ്മുടെ കഴുത്തിൻ്റെ അവിടത്തേക്ക് 3 ഇഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ യോക്ക് പോർഷനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫോട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 11 ഇഞ്ചസിന് ആദ്യം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 9 ഇഞ്ചസും മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് നോക്കിയിട്ടാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രണ്ടിലേക്ക് ഇച്ചിരി ഇറങ്ങി വരുന്നത് കൊണ്ടാണ് 11 ഇഞ്ചസ് എടുത്തേക്കുന്നത്. ഇനി ഈ 9 ഇഞ്ചസും 11 ഇഞ്ചസിലേക്കും ഒരു ഇതുപോലെ ഒരു ചരിച്ച് നമുക്ക് ഒരു വര വരച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ സമ്മറിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. മൽ കോട്ടൺ അല്ല, പക്ഷെ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സമ്മർ വിയറായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതി, കുട്ടികൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും ആയിരിക്കും. മേളത്തെ പോർഷൻ മാത്രം ഒരു ജോർജറ്റ് പീസ്, ഞാൻ അതിനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ജോർജറ്റ് പീസാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മേളിലത്തേക്ക് യോക്ക് പോർഷനിലേക്കുള്ള ഫാബ്രിക്കിനെ ഞാൻ 4 മടക്കി വെച്ചേക്കുവാണ്. അവിടെ നിന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ യോക്ക് പോർഷൻ്റെ പീസും കൂടി വെച്ചിട്ട് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. കുറേ നേരം ശ്രമിച്ചിട്ട് എൻ്റെ ഈ കത്രി ഉപയോഗിച്ച് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, ഒട്ടും മൂർച്ചയില്ലാത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ ഞാനതിനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ശ്രമിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയോ ആണ് ഇത് കട്ട് ചെയ്ത് എടുത്തത്. എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു കുഞ്ഞു ചാനലാണ്, ഇപ്പോൾ ഗ്രോ ചെയ്ത് വരുന്നതേ ഉള്ളൂ. എങ്ങനെ എവിടെ ക്യാമറ വെക്കണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ ഒത്തിരി പരിമിതികളുണ്ട്. ഞാനിപ്പോൾ കട്ടിലിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്നോട് ക്ഷമിക്കണം. അതുപോലെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേളിൽ യോക്ക് പോർഷനിലേക്കുള്ള ഫസ്റ്റ് ഫ്രണ്ടാണിത്. അപ്പോൾ അവിടത്തേക്ക് ഞാൻ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മറ്റേ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഫാബ്രിക് ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഈ ലൈനിങ് പോർഷനിൽ ഇനി വെച്ചിട്ട് നമുക്കത് ഈ ചുറ്റും ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ താഴത്തെ പോർഷനും നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലവും നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനെ മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണത്തില്ല. അത് നല്ല ഇൻവിസിബിളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങും കിട്ടും നമ്മുടെ ഡ്രസ്സിന്. അതേപോലെ തന്നെ ഞാൻ ബാക്ക് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാനൊരു ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ട് ഇതുപോലെയാണ് കഴുത്ത് കൊടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്ക് കഴുത്ത് കയറ്റാനും ഇറക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതാണ് നമ്മുടെ താഴേക്കുള്ള പോർഷൻ. അത് ഞാൻ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് യോക്ക് പോർഷനും അതുപോലെ താഴത്തെ സ്കേർട്ട് പോർഷനും നമുക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ പിന്നൊക്കെ കുത്തി കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തായിരുന്നു. രണ്ടാമത് ഈ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ പീസും മടക്കി വെച്ചിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിനി ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കുത്തുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമൊന്നും വരില്ല. എല്ലാ സ്റ്റിച്ചും അകത്തേക്ക് പോയിട്ടുണ്ടാവും. ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണാനും പറ്റില്ല. ഒരു വൃത്തികേട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളും ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കഴുത്തിൽ ഞാൻ ആ മേളത്തെ യോക്ക് പോർഷനിൽ വെച്ച് അതേ പീസ് വെച്ച് തന്നെ ഒരു ടൈയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്നതിലും എൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.